അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല മുറാദുകളും പറഞ്ഞ് വലിയ വിഷമത്തോടു കൂടിയും വലിയ സങ്കടത്തോടു കൂടിയും അവർ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്ന് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും നീ നൽകണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല ബാധ്യതകളും ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപാട് ആളുകളും കടക്കാരാകുന്നത്. അതിൽ നമ്മൾ നിർബന്ധമായിട്ടും കടം വാങ്ങാൻ നിർബന്ധിതരാകുന്ന ഒന്നാണ് രോഗം എന്നത്. അതുപോലെ തന്നെ വീട്ടിലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോഴും നമ്മൾ അതിനു വേണ്ട ചെലവിന് വേണ്ടി കടം വാങ്ങൽ നിർബന്ധിതരാകും. ഒരുപാട് ആളുകളുണ്ട് വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ. അവരൊക്കെയും കുടുംബത്തോടൊപ്പം ആ വീടിൻ്റെ പണി തീർന്ന് അതിലൊന്ന് കയറിയിരിക്കാൻ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ അവസാനം ആ വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നത് കടം വാങ്ങിയിട്ടായിരിക്കും. പിന്നെ ചില ആളുകളുണ്ട് സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ. അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും അത്, ഒരു കാറ് വാങ്ങുന്നത്. അങ്ങനെയുള്ളവരും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിച്ച് ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അവരൊക്കെയും അവരുടെ ജീവിതത്തിലെ ആ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒന്ന് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് അവർ കടം വാങ്ങി അത് നിറവേറ്റിയെടുക്കും. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള അത്യാവശ്യ ആവശ്യങ്ങൾക്കും അത്യാഗ്രഹ ആവശ്യങ്ങൾക്കും അനാവശ്യ ആവശ്യങ്ങൾക്കൊക്കെ ആളുകൾ കടം വാങ്ങുന്നത് പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണ് ബാങ്കിൽ പോയി ലോൺ എടുക്കുക എന്നുള്ളത്. ഈ ഒരു തീരുമാനം ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കാൻ കാരണം എനിക്ക് മനസ്സിലാകുന്നത്, ബാങ്കിൽ പോയാൽ പണം ഉറപ്പാണ്, നാളെ വാ മറ്റന്നാൾ വാ എന്നൊന്നും ബാങ്കിൽ പറയില്ല, അവർ പണം തരും. കാരണം അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ്. എന്നാൽ മറ്റുള്ള ആളുകളോട് കടം ചോദിക്കുമ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ രീതിയിലായിരിക്കും അവരോട് കടം ചോദിക്കുന്നത്. എന്നാൽ ചില ആളുകൾക്ക് മറ്റുള്ളവരോട് കടം ചോദിക്കാൻ ഒരു മടിയുള്ളവരുണ്ടാകും, ഒരു കുറച്ചിലുണ്ടാകുന്നവർ. അങ്ങനെയുള്ളവരും മറ്റുള്ളവരോട് കടം ചോദിക്കാതെ അവരും വേഗം തീരുമാനമെടുക്കൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതാണ്. എന്നാൽ ചില ആളുകളുണ്ട് കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലുമൊക്കെ വലിയ പത്രാസൊക്കെ കാണിച്ച് വലിയ കോടീശ്വരനായിരിക്കും അവൻ്റെ അടുത്ത് ഒരു ചില്ലി കാശ് പോലും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകളും മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങാൻ വലിയ രീതിയിൽ മടിക്കുന്നവരായിരിക്കും. ഇങ്ങനെ തുടങ്ങിയ എന്ത് തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒന്നുകിൽ മറ്റുള്ള ആളുകളോട് കടം വാങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ആധാരം പണയത്തിലാക്കി ബാങ്കിൽ നിന്നും ലോൺ എടുത്തതായിരിക്കും, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് പണം വാങ്ങിയതായിരിക്കും. എന്നാൽ ഒരുപാട് ആളുകളും ആ സമയത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ആ സമയം ആ ആവശ്യം നടന്നു കിട്ടിയാൽ മതി, ആ സമയം അവർ ഈ ചെയ്യുന്നത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, അത് ഹറാമായ കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്, ഇത് ചെയ്താൽ ജീവിതത്തിൽ എന്നും ദാരിദ്ര്യം ഉണ്ടാകും എന്നൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ ആ സമയത്ത് ആ തെറ്റ് ചെയ്യുന്നു. എന്നാൽ ബാങ്കിൽ നിന്നും ആളുകൾ ലോൺ എടുത്ത സമയത്ത് വലിയ സന്തോഷമായിരിക്കും അവർക്കുണ്ടാകുക. ഇനി വേഗം വീടിൻ്റെ പണി തീർക്കാം, അല്ലെങ്കിൽ നല്ല ഒരു കാറ് വാങ്ങാം, അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ് തുടങ്ങി അതിൽ നിന്നും കിട്ടുന്ന ലാഭം കൊണ്ട് ബാങ്കിലെ അടവ് മാസം മാസം അടച്ചു തീർക്കാം എന്നൊക്കെ വലിയ സന്തോഷമായിരിക്കും അവർക്ക്.
എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ പണം കൊണ്ട് നിങ്ങൾ എന്ത് തന്നെ ചെയ്തോ, എന്ത് വാങ്ങിയോ, എന്ത് ഭക്ഷിച്ചോ, അതിലൊന്നും ബറക്കത്ത് ഉണ്ടാകില്ല. നിങ്ങൾ ആ പണം കൊണ്ട് പണി പൂർത്തിയാക്കുന്ന വീട്ടിലും വാഹനത്തിലും അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ് സ്ഥാപനങ്ങളിലും ഒരു ബറക്കത്തും ഉണ്ടാകില്ല. എന്നും അതിൽ പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നും ദാരിദ്ര്യം നിലനിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള പലിശ വാങ്ങുന്നത് നിങ്ങൾ ഒഴിവാക്കണം. എന്നാലേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. മാത്രമല്ല, അള്ളാഹുവിന് നമ്മോടുള്ള ഇഷ്ടം കുറയുകയും അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കാരുണ്യവുമൊക്കെ നമുക്കില്ലാതെയാകുകയും ചെയ്യും. ലോൺ എടുത്ത എല്ലാ വീടുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, ഇതായിരിക്കും അവസ്ഥ. അവിടെ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യവും ഒരു അനുഗ്രഹവും ഉണ്ടാവില്ല. ഒരു കാര്യത്തിലും ബർക്കത്തും ഉണ്ടാകില്ല. എല്ലാ സമയത്തും ദാരിദ്ര്യമായിരിക്കും അവർക്ക് ഉണ്ടാകുക. അതായത് ഈ ലോൺ എടുക്കുന്നതിൻ്റെ വലിയ ഒരു ദോഷം, എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു തുക ഈ ലോണിലേക്ക് തന്നെ മാറ്റിവെക്കേണ്ടി വരും. അത് ഇനി അടവ് അടക്കാൻ കഴിയാതെ തെറ്റിപ്പോയാലോ, അത് ഒരു ചെറിയ ശമ്പളക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു വലിയ ഭാരമായി തീരും. അടവ് തെറ്റുന്തോറും പലിശ ഇരട്ടിയായി പിന്നീട് വലിയ ഒരു കടബാധ്യസ്ഥരാകും അവർ. മാത്രമല്ല, കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഭൂരിഭാഗം പണവും ബാങ്കിലെ അടവിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ മറ്റുള്ള ചിലവുകൾക്ക് തികയാതെ വരും. നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിന് ചിലവ് കഴിഞ്ഞു പോകണമെങ്കിൽ എത്ര പണം വേണ്ടിവരും എന്നുള്ളത്. അത് ഇനി ആർക്കെങ്കിലും കുടുംബത്തിൽ ഒരു രോഗം വന്നാൽ പിന്നീട് പറയും വേണ്ടി വരില്ല. വലിയ ദാരിദ്ര്യത്തിൻ്റെ അടിയിലേക്ക് പോകും. എങ്ങനെയായാലും വീട്ടിലെ ചിലവ് എന്തായാലും കഴിഞ്ഞു പോകണമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ള ആളുകളിൽ നിന്നും കടം വാങ്ങാൻ ഇടയാകുന്നത്. അപ്പോഴും നിങ്ങൾ നോക്കൂ, കടം അധികരിക്കുകയാണ്. നമ്മുടെ കടം വീടുകയല്ല. അതാണ് പലിശ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നമുക്ക് ഏറ്റവും വലിയ ദോഷം. പലിശ ഉപയോഗിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എന്നും ദാരിദ്ര്യമായിരിക്കും കൊടുക്കുക. അതുകൊണ്ടാണ് കടം അധികരിച്ചിങ്ങനെ വരുന്നത്. അതോടെ ആ വീട്ടിലെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. ഇതിനൊക്കെ കാരണക്കാരൻ വില്ലനായിട്ട് നിൽക്കുന്നത് പലിശയാണ്. എന്നാൽ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എങ്ങനെയൊക്കെ ആയാലും നമ്മൾ ജീവിതത്തിൽ പലിശ വാങ്ങിപ്പോയി, അതിൽ പെട്ടുപോയി. ഇനി നമുക്ക് അതിൽ നിന്നും ഒരു രക്ഷ വേണം. അതിനുള്ള പരിഹാരമാർഗം ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൽ പരിഹാരമാർഗം ഇല്ലാത്തതായിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്ത തെറ്റ്, പലിശ വാങ്ങിയത്, ഇനി ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ആ തെറ്റിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടത്. അങ്ങനെയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ പലിശ വാങ്ങിയവർ ആദ്യം ചെയ്യേണ്ടത് തൗബയാണ്. തൗബ ചെയ്ത് ആ തെറ്റിൽ നിന്നും മടങ്ങണം. മാത്രമല്ല, നമ്മൾ ഇസ്തിഗ്ഫാറിനെ ധാരാളം അധികരിപ്പിക്കുകയും വേണം. അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട ഈ ഇസ്മും കൂടി നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എത്ര വലിയ കടമാണെങ്കിലും, എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല അത് വീട്ടാനുള്ള നല്ല ഹലാലായ വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഇസ്മ ഇതാണ്: യാ ബറു യാ അല്ലാഹ്. ഗുണം ചെയ്യുന്നവൻ, ഉപകാരം ചെയ്യുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഇസ്മ കടമുള്ള എല്ലാവരും എല്ലാ ദിവസവും നിങ്ങൾ 700 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുക. ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും 700 പ്രാവശ്യം പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ കാവലും നിങ്ങൾക്ക് എല്ലാ സമയത്തും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കടവും വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഉപകാരങ്ങളും ഗുണങ്ങളും അനുഗ്രഹങ്ങളും അവനിക്ക് നൽകുന്നതാണ്. അവന് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് നല്ല ജീവിത സാഹചര്യം അവനിക്ക് ഒരുക്കി കൊടുക്കും. മാത്രമല്ല,
ഈ ഇസ്മ എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനവും അംഗീകാരവും ഇഷ്ടവും അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ലഭിക്കുന്ന യാ ബറു യാ അല്ലാഹ് എന്ന ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം എല്ലാവരും എല്ലാ ദിവസവും ധാരാളം പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.